ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. മണിമന്ത്രി മാണി കോഴ വാങ്ങിയെന്നാരോപിച്ചത് ഞങ്ങളല്ല. കോഴ വാങ്ങിയത് കണ്ടത് ഞങ്ങളല്ല. മാണി രാജിവെച്ചേ തീരൂ എന്നാവശ്യപ്പെട്ടത് ഞങ്ങളല്ല. മാണി രാജിവെക്കില്ലെന്ന് പറഞ്ഞത് ഞങ്ങളോട് ചോദിച്ചിട്ടല്ല. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളല്ല. ധനമന്ത്രി ഞാനാണെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഞങ്ങളല്ല. എന്നിട്ടും ഞങ്ങളെ കാണിക്കാൻ നിങ്ങൾ ബജറ്റ് അവതരിപ്പിച്ചു. ഞങ്ങൾക്ക് മുന്നിൽ മുണ്ടു മടക്കിക്കുത്തി കാണിക്കാവുന്നതിനപ്പുറം നിങ്ങൾ കാണിച്ചു. ഞങ്ങളുടെ പണം കൊണ്ടുവാങ്ങിയ മൈക്കും കമ്പ്യൂട്ടറും കസേരയും നിങ്ങൾ തകർത്തു. അവരെ തോൽപ്പിച്ചതിന് നിങ്ങൾ പരസ്പരം ഉമ്മ വെച്ചു. തോൽപ്പിക്കാൻ തോളിൽ കടിച്ചു. ലഡ്ഡു വിതരണം ചെയ്തു. ആർപ്പ് വിളിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു. എന്നിട്ടൊടുവിൽ ഒരു ദിനം ഞങ്ങളെ വീട്ടിലിരുത്താൻ ഹർത്താലാഘോഷവും നടത്തി. നഷ്ടം ഞങ്ങൾക്കു മാത്രം. ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്ന് ഞങ്ങളും നീണാൾ വീഴട്ടെ എന്ന് നിങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. ഒരറിയിപ്പ്. ഇനിയുള്ള കാഴ്ചകൾ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കണ്ടിരിക്കാൻ അഭ്യർത്ഥന. നാണക്കേടിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും അടി, ഇടി, പിടി, കടി. ആദ്യം അജണ്ട. എം എ ബാഹിദ് എന്നീ കോൺഗ്രസ് MLA-മാരും നമ്മളില്ലേ ശങ്കര ശിവ 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 ശങ്കര ദുരിത സമനദായക ലോകരാമയ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിട്ടോ. ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. വേണ്ട, മാറിക്കോ മാറിക്കോ, അടുത്ത് വരരുത്. മേൽപ്പറഞ്ഞവ കാണാൻ ദീർഘമായ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇനി ആവശ്യം. നടന്നതെന്തെന്ന് അച്ചുമ്മാനും ഉമ്മച്ചനും പറയട്ടെ, വിലയിരുത്തട്ടെ. സഭയിലാകട്ടെ നൂറുകണക്കിന് വെള്ള ഉടുപ്പ് ധരിച്ച സെക്യൂരിറ്റി എന്ന പേരിലുള്ള പോലീസുകാർ കൂട്ടമായി സഭയിൽ പ്രവേശിച്ച് MLA-മാരെ അത്യന്തം ക്രൂരമായി മർദ്ദിക്കുകയും അവശരാക്കുകയുമായിരുന്നു. അതിനുശേഷം സ്വന്തം സീറ്റിലേക്ക് വരാതെ എവിടെയോ ഒരു മൂലയിൽ നിന്ന് ഏതോ ഒരു മൈക്കിൽ ധനമന്ത്രി മാണി പുലമ്പുകയായിരുന്നു. സി ദിവാകരൻ, വി ശിവൻകുട്ടി, VS സുനിൽ കുമാർ, TV രാജേഷ്, KK ലതിക, KS സലീഖ, ഗീതാ ഗോപി, K അജിത്, എളമരം കരീം, കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, A പ്രദീപ് കുമാർ, ബാബു M പാലിശ്ശേരി, തോമസ് ഐസക്, രാജു എബ്രഹാം, EK വിജയൻ, V ശശി, ജമീല പ്രകാശ്, ES വിജിമോൾ,
ജെയിംസ് മാത്യു, മുൻ സ്പീക്കർ കെ രാധാകൃഷ്ണൻ എന്നിങ്ങനെ 20 MLA-മാരെ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ MA ബാഹിദ് എന്നീ കോൺഗ്രസ് MLA-മാരും വാച്ചൻ വാളും ചേർന്ന് നീചമായി മർദ്ദിക്കുകയായിരുന്നു. ശിവദാസൻ നായർ ജമീല പ്രകാശത്തെ കാൽമുട്ടുകൊണ്ട് ജമീല പ്രകാശത്തിന്റെ മുതുകിൽ ഇടിച്ചു. കടിക്കുന്ന കണ്ടില്ല ഞാൻ. ആ സീനൊന്ന് കാണാം, കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ശ്രീമതി ജമീല പ്രകാശം എൻ്റെ വലത് തോളിന് ശക്തമായി കടിക്കുകയാണുണ്ടായത്. അത് ആ ക്ലിപ്പിങ്ങുകളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ഒരു നിയമസഭയിലെ ഒരു നിയമസഭാംഗത്തിന് ഭൂഷണമാണോ എന്നതിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾ വിധിയെഴുതട്ടെ. കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളില് സങ്കടങ്ങള്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് ഇടന്നാലും അവസാനം അറവ് കത്തിയാനെ കഴുത്തില്. നമ്മളില്ലേ നാടകമേ ഉലകം, നാടകമേ ഉലകം. ഒരു മൂലയ്ക്ക് നിന്ന് മാണിസാറ് ജെറ്റ് വേഗത്തിൽ ബജറ്റ് വായിച്ച് മേശപ്പുറത്ത് വെച്ചപ്പോൾ പ്രതിപക്ഷവും മേശപ്പുറത്തു വെച്ചു ശിവൻകുട്ടിയെ. ആദ്യ പകുതിയിൽ തള്ളിക്കയറിയും തല്ലിക്കയറിയും മൈക്ക് വലിച്ചെറിഞ്ഞും മേശമേൽ കയറിയും ശിവതാണ്ഡവമാടിയ ശിവൻകുട്ടിച്ചേട്ടൻ ഒടുവിൽ ശവംകുട്ടിച്ചേട്ടനായി. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി സ്റ്റാർട്ട് വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം ഇടോ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഭാഗ്യത്തിന് മൈക്കേ വലിച്ചെറിഞ്ഞുള്ളൂ, സ്പീക്കർ വലിച്ചെറിഞ്ഞില്ല. മാണിസാറിനെ വലിച്ചെറിയാൻ പഞ്ചസഖാവികളെയാണ് നിയോഗിച്ചത്. ഭാരമുള്ളവ വലിച്ചെറിയാൻ നിയോഗിക്കപ്പെട്ട പഞ്ചപാണ്ഡവ സംഘത്തിന്റെ നായകൻ സഖാവ് ഭീമസേനനായിരുന്നു. എന്തായി കാണിക്കണേ? പൊങ്ങണില്ല ചേട്ടാ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇനി തല്ലാനും തടയാനും തലോടാനും തീരുമാനിച്ചിറങ്ങിയവർ ആവർത്തിച്ചു കാണേണ്ട ഒരു രംഗം. ഷിബുമോനും ബിജിമോളും നേർക്കുനേർ കണ്ടപ്പോൾ പ്രതിഷേധവും സംഘർഷവും പെട്ടെന്നങ്ങ് കെട്ടുപോയി. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? ഗംഗ ഇപ്പൊ പോണ്ട. വേണ്ട, മാറിക്കോ മാറിക്കോ, അടുത്ത് വരരുത്. നാടകമേ ഉലകം, നാടകമേ ഉലകം. സഭയിൽ ബജറ്റ് മുഴുവൻ വായിക്കാനാവാതെ പോയ മാണിസാർ മറ്റൊരു മുറിയിൽ ബാക്കി വായിക്കാനെത്തി. അതുവരെ നടന്നതെല്ലാം മറന്ന മട്ടിൽ മാണിസാർ ചോദിച്ചത് കേട്ട് ലീഗുകാർ ഞെട്ടി. വൈ5 എന്തുകൊണ്ട് 5? നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് 5 മന്ത്രിമാർ എന്നാണ് ചോദിച്ചതെന്ന് കരുതിയെങ്കിൽ കുഞ്ഞാലിക്കായ്ക്ക് തെറ്റി. പറഞ്ഞു വന്നത് വൈ5യെ കുറിച്ചായിരുന്നു. സാങ്കേതികമായ അറിവില്ലായ്മ കൊണ്ട് വൈ5 എന്നായിപ്പോയി. തെരഞ്ഞെടുത്ത കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൈ5 സംവിധാനം 10 കോടി രൂപ പുതിയ തലമുറയ്ക്ക് ഇന്റർനെറ്റ് സൗകര്യം സൗജന്യമായി ഉപയോഗിക്കാൻ ഇതിലൂടെ അവസരം കിട്ടും. ഇത് സഭാതലമോ ആഭാസതലമോ, ആരും ഇഷ്ടപ്പെടുന്ന 2 പാട്ടുകളും ഇഷ്ടപ്പെടാത്ത പല പല കാഴ്ചകളും.
അലമ്പാകൂത്ത് 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 അന്ന എന്നനന്ദിനം അലമ്പാകൂത്ത് താം തരികിട ധീം തരികിട തോം തരികിട നം തരികിട താം തരികിട ധീം തരികിട തോം തോം തരികിട നം തരികിട തരികിട തോം തരികിട തോം ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാനും നീയും ഇവനും അവനും ഞമ്മാനും മാലോലവനും എല്ലാം തരികിടതോം എല്ലാം തരികിടതോം എല്ലാം തരികിടതോം. ഇനി ഇന്നത്തെ ഹൈക്കമന്റ്. മാണിച്ചന് വേണ്ടി അച്ചുമ്മാൻ വക വചന പ്രഘോഷണം. കോഴ വാങ്ങിയതും സ്വന്തം കീശ വീർപ്പിച്ചതും മാണിയാണെങ്കിലും ഇതിന്റെ നാണക്കേട് കേരളം ഒന്നടങ്കമാണ്. മാണിക്ക് ഇതിൽ വലിയ നാണമൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം മാണി കഴിഞ്ഞ 50 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇത്തവണയും ആഘോഷപൂർവ്വം നടത്തുകയായിരുന്നു. സാർ മാണിയും ഉമ്മൻചാണ്ടിയും ഈ PC ജോർജുമൊക്കെ ദൈവവിശ്വാസികളല്ലേ സാർ? വിശ്വാസികൾ ഇങ്ങനെ കള്ളത്തരം കാണിക്കുമോ സാർ? കള്ളത്തരങ്ങളെ വെള്ളപൂശുന്നത് ഏത് വിശ്വാസിയാണ് സാർ അംഗീകരിക്കുക? മാണിയും ഉമ്മൻചാണ്ടിയും PC ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ സാർ? അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം. സാർ, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം, എന്തു പ്രയോജനം എന്നാണ് മത്തായിയുടെ സുവിശേഷം അധ്യായം 16 വാക്യം 26 പറയുന്നതാണ്. ഇത് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. അങ്ങനെ കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണ് പോകുന്നത്. കെടാത്ത തീയും ചാകാത്ത പുഴുവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണ് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല. നാടകമേ ഉലകം, നാടകമേ ഉലകം. പുകഞ്ഞ പിള്ള പുറത്ത്. പിള്ളമാർ ഓരോന്നായി തുടങ്ങി. ആദ്യം ബാലകൃഷ്ണ പിള്ള, ഇനി ഒരു പക്ഷേ രാമകൃഷ്ണപിള്ള. ഇടതുമാറി വലതു ചവിട്ടിയ RSP വലതുമാറി ഇടതു ചവിട്ടി തുടങ്ങി. അരുവിക്കര സീറ്റ് വേണം. തീർന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും വേണം. കൊല്ലത്തിന് വേണ്ടി ഇല്ലം വിട്ടവർ അരുവിക്കരയ്ക്ക് വേണ്ടി മറുകര ചാടില്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ തന്നെ സ്പീക്കർ ശക്തനാകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ദുർബലനായാൽ കുഴപ്പമില്ലെന്ന് RSP എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കിയത്? നമുക്കിനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങരെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റിത്തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം.